ഹലോ ഗായ്സ്, അങ്ങനെ പാർട്ട് 2 ഓഫ് കന്യാകുമാരി ട്രിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേര് ഈ കൂട്ടത്തോടെ എങ്ങോട്ടാണ് ഈ വെളുപ്പാങ്കാലത്ത് എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം കന്യാകുമാരി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം സൺറൈസ് ആൻഡ് സൺസെറ്റ് ഈസ് ദ മെയിൻ അട്രാക്ഷൻ ഓഫ് കന്യാകുമാരി. അങ്ങനെ നമ്മൾ സൺറൈസ് കാണാനാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന വിവേകാനന്ദ പാറ, നമ്മൾ ആ പോയ സ്ഥലം, അവിടെ വെട്ടമുണ്ട്. അതായത് ഫുൾ ലൈറ്റാണ്. അവിടെ നമ്മളെ ഇറക്കി വിട്ടതിന് ശേഷം അവർ ലൈറ്റ് ഓൺ ചെയ്യും. പിന്നെ രാത്രി ഫുള്ള് വെളുപ്പിന് സൂര്യ ഉദയം വരെയും അവിടെ ലൈറ്റ് കാണും. നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റില്ല, കാരണം നമ്മൾ പറഞ്ഞു വിട്ടതിന് ശേഷമേ അവർ ലൈറ്റ് ഇടൂ. അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, ഇപ്പോൾ വരും സൂര്യൻ, ഇപ്പോൾ വരും സൂര്യൻ എന്ന്. കുറേ നേരം കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ വെട്ടമൊക്കെ വന്നു തുടങ്ങിയിട്ടും സൂര്യൻ്റെ ഒരു തരി പോലും കാണാനില്ലാതിരുന്നപ്പോൾ നമ്മൾ കരുതി കാർമേഘം കൊണ്ട് മൂടിയതുകൊണ്ട് ഇന്ന് നമുക്ക് സൺറൈസ് കാണാൻ പറ്റില്ല എന്ന്. അങ്ങനെ നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി ആ ഡേറ്റിൽ എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു 6:12 കാണിച്ചിരുന്നത്. കറക്റ്റ് 6:12 ആയപ്പോൾ കോഴി കൂവി. 6:12 എന്ന് കരുതി നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ തരി വന്നു. ഗൈസ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇത്രയും അത്ഭുതപ്പെട്ട മറ്റൊരു പ്രകൃതി ഒരു എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിനെന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഊഹിച്ചെടുക്കുക. അത് പ്രകൃതിയുടെ ഒരു ഇതായിരിക്കാം, കാരണം ജീവജാലങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. പക്ഷെ കാണാത്തൊരു കാര്യം ആ കോഴി എങ്ങനെ തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോൾ എങ്ങനെ കൂവണം എന്ന് അതിനറിയാം എന്നൊന്നും എനിക്കറിയില്ല. പണ്ട് കാലത്ത് നമ്മളിങ്ങനെ കോഴി കൂവുന്ന സമയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. പക്ഷെ അത് കറക്റ്റായിട്ട് കോഴിക്ക് ഇതിപ്പോഴും അറിയാമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിവേ പറഞ്ഞ് അതൊരു കോഴിക്കഥയാക്കുന്നില്ല. അങ്ങനെ നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ സൺറൈസ് കണ്ടു. എണീറ്റ പാടെ ഒരു മുഖവും കഴുകി ഇറങ്ങിയതാണ്, അതുകൊണ്ടാണ് ആ ഒരു കോലത്തിലിരിക്കുന്നത്. ഒരു മേക്കപ്പ് പോലും ഇട്ടിട്ടില്ല. പിന്നെ ഫിൽറ്റർ ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകുന്നു. ഈ ഒരു വൻ ജനാവലിയായിരുന്നു സൺറൈസ് കാണാൻ എത്തിയിരുന്നത്. ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇത്രയും പേരും ഉണ്ടായിരുന്നു. ചിലർ ത്രിവേണി സംഗമത്തിൻ്റെ ഭാഗത്തായിരുന്നു. കുറേ പേർക്കും അറിയില്ലായിരുന്നു, ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. പിന്നെ അവിടെയൊക്കെ കുറച്ച് പേർക്ക് ചോദിച്ചപ്പോഴാണ് ആ ഒരു ഭാഗത്തായിട്ടാണ് സൺറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പോയി വീണ്ടും റൂമിൽ പോയി ഫ്രഷായി നമ്മൾ കാപ്പി കുടിക്കാൻ എത്തിയിരിക്കുകയാണ്. ഈ ആ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്ഥിരം ഫുഡ് കഴിച്ചത്. അന്നത്തെ ഡേ ഫുൾ മീൽസ് അവിടെ നിന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഗൂഗിൾ നോക്കുകയാണ് ഇനി അടുത്തത് എവിടേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഒരു ഓട്ടോ വിളിച്ച് നേരെ പോകുന്നത് ഇവിടേക്കാണ് ഗൈസ്. ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ്? ഫോർട്ട് വട്ടക്കോട്ടൈ. ആ ഒരു കോട്ടയിലാണ് നമ്മൾ പോകുന്നത്. ഇത് അവിടെ ചെന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. നമ്മുടെ ഈ ഒരു ടൂർ പോലും 2 ദിവസം മുന്നേ പ്ലാൻ ചെയ്തതാണ്. എല്ലാം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ അങ്ങ് തോന്നുന്ന പോലെ അങ്ങ് ജീവിക്കുകയാണ് അന്ന് ചെയ്തത്, ഒരു തോന്നിവാസിയെ പോലെ. അങ്ങനെയെന്നല്ല, പക്ഷെ ഒട്ടും പ്ലാൻ ചെയ്യാതെ ഒരു ടൂർ പോയി അത് അടിച്ചു പൊളിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ്. അങ്ങനെ കന്യാകുമാരിയിൽ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഹിഡൻ സ്പോട്ടൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നമുക്ക് കിട്ടിയ ഒരു സ്ഥലമാണിത്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കന്യാകുമാരി വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ സൺസെറ്റോ അല്ലെങ്കിൽ വിവേകാനന്ദ പാറയൊക്കെ കണ്ടിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഫോർട്ട് കാര്യങ്ങളിലൊന്നും ഞാൻ വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ വളരെ മനോഹരമായ വ്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കോട്ടയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ബീച്ച് ഫുള്ള് നമുക്ക് ആ കടൽ മൊത്തം കാണാൻ പറ്റും. നല്ല കാറ്റുമാണ്. മുടിയൊക്കെ ഇങ്ങനെ പറന്ന് നമുക്ക് സിനിമ സ്റ്റൈലൊക്കെ പോലെ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. അങ്ങനെ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അങ്ങനെ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ പുറത്ത് അണ്ണാനൊക്കെ ചാടി കളിക്കുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫോർട്ടാണ് വട്ടക്കോട്ടൈ ഫോർട്ട്. അപ്പോൾ പോയിട്ടില്ലാത്തവർ കന്യാകുമാരി പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും പോകണമെന്ന് ഞാൻ പറയും. ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും പോകണം, കാരണം നല്ല വ്യൂ ആണ്. അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ നമ്മൾ നല്ല ക്ലിയർ ആയിരിക്കും. ഈ കാണുന്ന ആ ഒരു നല്ലൊരു ക്യാമറ ഫേസൊക്കെ നമുക്ക് ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ കിട്ടും. നല്ല അതിമനോഹരമായ ഒരുപാട് മരങ്ങളുണ്ട്, അതാണ് അവിടുത്തെ പ്രത്യേകത. അതായത് നല്ല ചില്ലകളൊക്കെ ഉള്ള നമുക്ക് കയറി ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള മരങ്ങളാണ്. ഒറ്റ ഒരു തടിയിൽ വലിയ ഇലകളോട് കൂടിയിട്ടുള്ള ഒരു മരങ്ങളാണ്. അതൊക്കെ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഉള്ള ഒരു ലുക്ക്. പിന്നെ സാൻഡ്രോയിഡിന് അവിടെ ഒരു ജോലി കിട്ടി, എല്ലാം അവിടെ സെൽഫിയൊക്കെ എടുത്ത് കൊടുക്കുന്ന ഒരു ജോലി കിട്ടി. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ദൂരത്ത് കണ്ണും നട്ടും ഇത് സാൻഡ്രോയിഡിൻ്റെ അച്ഛൻ നിൽക്കുകയാണ്. കാരണം അത്രയും മനോഹരമായ വ്യൂസാണ് അവിടെ ഉള്ളത്. പിന്നെ ഈ ചാടിക്കളിക്കണത് കുഞ്ഞിപ്പുഴു, അത് മറ്റാരുമല്ല, എൻ്റെ അമ്മായിയമ്മയാണ്. അതിനുശേഷം അത് കണ്ടുകൊണ്ട് ഞാനും സാൻഡ്രോയിഡിനും കൂടെ വീണ്ടും ചാടിത്തുള്ളി. ഭാഗ്യത്തിന് കൊമ്പ് ഒടിഞ്ഞിട്ടില്ല, ആരും പേടിക്കണ്ട. കാരണം വർഷങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ആ ഒരു ബലം ആ ഒരു ചില്ലയ്ക്ക് ഉണ്ടായിരുന്നു.
പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു കാറ്റത്ത് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് കളിക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര രസമായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മരത്തിൽ കയറിയെങ്കിലും കയറിയപ്പോൾ പിന്നെ ഭയങ്കര ഇൻസ്പിറേഷൻ, അതിൻ്റെ മണ്ടയിലൊക്കെ എത്തണമെന്നൊക്കെ ഉള്ളത്. എന്നാലും കുറച്ചൊക്കെ നമ്മൾ കയറി പോയി. പിന്നെ ഈ ഒരു കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഈ ഒരു മരങ്ങൾ, പിന്നെ നമ്മൾ ഈ ഫോർട്ടിൻ്റെ മണ്ടയിൽ വന്ന് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ, അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ മുടിയൊക്കെ പാറിപ്പറന്ന് അതിൻ്റെ ക്യൂടെക്സ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യൂ കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റുക, വീഡിയോ എടുക്കാൻ പറ്റുക, ഇതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ കാറ്റ് നല്ലതായിട്ടുള്ളതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി, കാറ്റ് തന്നെ നമ്മളെ കൊണ്ടങ്ങ് പൊക്കോളും. അങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു വട്ടക്കോട്ടൈ ഫോർട്ടിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ. അവിടെ കാറ്റാടി മരങ്ങളല്ല, കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഉണ്ട് കുറേ. കാരണം അത്ര നല്ല കാറ്റാണ് അവിടെ ഉള്ളത്. അതിൻ്റെ മുടിയൊക്കെ പാറി പറന്ന് പോകുന്നുണ്ടോ. ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ കുറേ സ്റ്റൈലും ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാം. നല്ല കാറ്റുള്ളത് കൊണ്ടും എൻ്റെ മുടി ഞാൻ അങ്ങനെ അഴിച്ചിട്ടേക്കുന്നത് കൊണ്ടും ഞാൻ കുറച്ച് എൻ്റെ പോസുകളൊക്കെയാണ് നിങ്ങളാ കാണുന്നത്. എൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. കാരണം മുടി വരുത്തിട്ട് ഈ ഒരു കാറ്റും കൂടെ വരുമ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കൂല, നമ്മൾ അത്രയ്ക്കും വീഡിയോ എടുത്ത് തള്ളും. ആ തള്ളുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടും ഇരിക്കുന്നത്. ആ കാണുന്നതാണ് പട്ടാളക്കാരുടെ പണ്ടത്തെ വെള്ളം കുടിക്കുന്ന സ്ഥലം. പിന്നെ ഈ ഒരു ചില്ലയിൽ എൻ്റെ തല വെട്ടി വെച്ചിരിക്കുന്നു. എനിക്ക് ആ ചില്ലകളൊക്കെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് മറ്റേ വ്യൂവിൽ നോക്കുമ്പോൾ വിജനതയിൽ കണ്ണുനട്ടിരിക്കുന്നു. ഈ ഒരു സ്ഥലം, ഇവിടെ നമ്മൾ നല്ല വീഡിയോസൊക്കെ എടുത്തു. കാരണം സിനിമയിലൊക്കെ ഈ നായകനും നായികയൊക്കെ ഇങ്ങനെ ഓടുന്നു ചാടുന്നു, മരം ചുറ്റി പ്രണയം, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ. അതിൻ്റെ ഇടയിൽ എൻ്റെ കരിങ്കാളി കണ്ടോ, എൻ്റെ തലയൊക്കെ ഇടിച്ച്, എന്നാലും ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി. എന്നാലും എനിക്ക് പേടിയുണ്ടായിരുന്നു. വീണ്ടും അങ്ങനെ കുറച്ച് കരിങ്കാളിയൊക്കെ കളിച്ചു. പിന്നെ എൻ്റെ കുറച്ച് ഷോ ഓഫാണ് നിങ്ങളാ കാണുന്നത്. ഒന്നും തോന്നരുത്, ഒരു സ്ഥലം, ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും അവിടെ അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ സിനിമ സ്റ്റൈൽ ഇങ്ങനെ, കാരണം എന്തോ എനിക്ക് ഈ ഒരു സ്ഥലമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ടൊക്കെ കാണുന്നത്. അങ്ങനെ കുറേ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. നിങ്ങളൊരു ക്യാമറാമാനായിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തേരാപ്പാര നടക്കേണ്ടതായിട്ട് വരും. ഇതെനിക്ക് കല്യാണത്തിന് മുന്നേ അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടുകാരോട് പറയുമായിരുന്നു. എനിവേ വളരെ മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അടിച്ചുപൊളി ടൂറായിരുന്നു. ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഫാമിലി ആയിട്ട് ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ അമ്മായിയമ്മ, അമ്മായിച്ചൻ, ഹസ്ബൻഡ് അങ്ങനെ പോയപ്പോൾ എനിക്ക് ആ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ചെമ്പരത്തി എന്തിനുകൊണ്ട് ചെവിയിൽ വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയാം. അത് വേറൊന്നും കൊണ്ടല്ല, ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചെവിയിലൊരു പൂ വെച്ചിരിക്കുന്ന പുതിയൊരു ട്രെൻഡ് ഉണ്ടല്ലോ. പിന്നെ പൂ പറിച്ചു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും പറയുമെന്ന് എഴുതിയാണ് ചെവിയിൽ അങ്ങ് എടുത്ത് വെച്ചത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഷോ ഓഫാണ്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഫുഡ് അടിയിലേക്കാണ്. അപ്പോൾ തന്നെ എൻ്റെ സൗണ്ടൊക്കെ കൂടിയുണ്ട്. അത്രയും എനർജിയാണ് എനിക്ക് ആ ഫുഡിൽ നിന്ന് കിട്ടിയത്. സൂപ്പർ ഒരു ഫിഷ് ഫ്രൈയും പിന്നെ ചിക്കൻ ബിരിയാണി. അപ്പോൾ എന്താണ് ഈ ചിക്കൻ ബിരിയാണിയിൽ ഫിഷ് ഫ്രൈയുടെ കോംബോ എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചു. അതാണ് നമ്മുടെ കോംബോ. ഈ ഒരു പാർട്ട് ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഒരു പാർട്ട് കൂടിയുണ്ട്. എനിക്ക് ചെന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇനി നമ്മൾ അടുത്ത പാർട്ടിൽ കാണാൻ പോകുന്നത്. ഇതിന് മുന്നേ ഉള്ള പാർട്ട് കണ്ടിട്ടില്ലാത്തവർ അത് ചെക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.